അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സഞ്ചാരം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഈ ഒരു വിഷയത്തോട് വളരെയധികം യോജിച്ചതായ ഒരു മുഖ്യ അതിഥിയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുറഞ്ഞ ഈ ചെറുപ്രായത്തിൽ തന്നെ കുറെ സ്ഥലങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ മനുഷ്യരുടെ ജീവിതശൈലിയും ഭാഷയും അവരുടെ സംസ്കാരവും എല്ലാം മനസ്സിലാക്കി, അതിലുപരി മറു രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച് അവിടുത്തെ കൾച്ചറെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ പഠനത്തോടുകൂടെ സഞ്ചാരത്തെ കൊണ്ടുപോകുന്ന ആ ഒരു രീതി, ഇതിനെ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാമെന്ന് നമ്മുടെ പ്രിയ അതിഥിയാണ് ഖൈഫ് ഇബ്നു അബ്ദുർ റസാഖ് എന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനായ സഞ്ചാരിയാണ് ഈ അഭിമുഖത്തിൽ നമ്മോട് സംവദിക്കുന്നത്. നമുക്ക് ഖൈഫിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു സഞ്ചാരം, യാത്ര എന്ന ഈ ഒരു മേഖല, ഇതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്? ഏതൊരു പ്രായത്തിലാണ്? അതും ഈ ഒരു പഠനം പഠിക്കുന്ന സമയത്ത് തന്നെ ആർക്കും ചിലപ്പോ തോന്നിയിട്ടുണ്ടാവില്ല, ചിലർക്ക് തോന്നിയെന്ന് വരും. പക്ഷെ എന്നാലും ഇത് വളരെയധികം ദൂരെയുള്ളത്, വളരെ മനോഹരമായ സ്ഥലങ്ങളും ഈ ഒരു പ്രായത്തിൽ, ചെറുപ്രായത്തില് ഇങ്ങനെ തോന്നാനുള്ള ഒരു ആദ്യം എങ്ങനെയായിരുന്നു, ആമുഖം എങ്ങനെയായിരുന്നു? യാത്രയുടെ ആമുഖം പറയുന്നത്, പക്ഷെ എങ്ങനെയാണ് നമ്മളൊരു യാത്രയിലേക്ക് ഹരം പിടിപ്പിച്ച് ചെന്നെത്തിയത്, അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ഒരു കൃത്യമായ മറുപടി കിട്ടിക്കോണമെന്നില്ല. പക്ഷെ ഏത് പ്രാർത്ഥനയാണെന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായി പറയാം. ഒരു സഞ്ചാരി, ഒരു ട്രാവലറായിട്ട് നമ്മൾ സ്വന്തം തിരഞ്ഞു പിടിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് 15 വയസ്സ് കഴിയാനായ സമയത്ത്, അഥവാ 10ാം ക്ലാസ്സിന്റെ അവസാന സമയത്ത്, അത് നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മളെ യാത്ര വിജയിക്കുക. എങ്ങനെ? നമ്മൾ ആദ്യം തന്നെ ഒരു യാത്ര ഇഷ്ടപ്പെട്ട് യാത്ര കർശനാക്കണമെന്ന് കരുതുന്ന ഒരാൾ ആദ്യം തന്നെ കാശ്മീരിലേക്ക് പോയിട്ടോ, അല്ല ആദ്യം തന്നെ ഇന്റർനാഷണൽ യാത്രകൾ നടത്തിയിട്ടോ കാര്യം ഉണ്ടാവില്ല. നമ്മള് എന്തുകൊണ്ടാണ് നമ്മളിപ്പോ നടത്തം പഠിക്കുന്നവരാകട്ടെ, അല്ലെ വേറെ എന്തെങ്കിലും ഒരു ആർട്സ് പഠിക്കുന്നതാകട്ടെ, എന്തിനും നമ്മൾ അതിന്റെ ബേസിക് ഇങ്ങനെ തുടങ്ങി വരികയാണല്ലോ. ഞാൻ എന്റെ ആദ്യത്തെ യാത്രകളിലും നിറഞ്ഞു നിന്നൊരു സ്ഥലം എന്ന് പറയുന്നത്, എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ലകളിൽ ഒന്നായ വയനാടാണ്. വയനാട്ടിലേക്ക് നിരന്തര യാത്രകൾ നടത്തി. അവിടുത്തെ മലനിരകള്, അതിലേക്കുള്ള സഞ്ചാരങ്ങള് അങ്ങനെ നടത്തി പിന്നീട് കേരളത്തിന്റെ പുറത്ത് കർണാടകയിലേക്ക് പോയി, പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോയി. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാശ്മീരിലേക്കും മറ്റു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. നിങ്ങൾ ഇതിൽ ചോദിച്ചൊരു കാര്യം പറയുന്നത്, നേരത്തെ പറഞ്ഞ നമ്മളെ അവധി കാര്യങ്ങള് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് അമുഖമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ സംസാരിക്കുന്നത് ഞാനാവട്ടെ, ചോദിക്കുന്ന നിങ്ങളാവട്ടെ, മുത്താലിമാണ്. അപ്പൊ ഒരു മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മശായിഖന്മാരിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും പഠിച്ചു വരുന്ന ഒരു കാര്യം, നമുക്ക് ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് നാം മുന്നിൽ വെക്കേണ്ട, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കരുതേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പഠനമാണ്. അതിപ്പോ യാത്രയെ തന്നെ നമുക്കൊരു പഠനമാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഓരോ മാസത്തിൽ അവധിക്കും മറ്റു ലഭിക്കുന്ന ലീവുകൾ പരമാവധി വേറൊന്നിനും മാറ്റി വെക്കാതെ യാത്രക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട്, അങ്ങനെയാണ് ഞാൻ ഇപ്പൊ കാശ്മീരിൽ പോകുന്നത്. ഒരു 10 ദിവസത്തെ ലീവ് കിട്ടിയാൽ നമുക്ക് കാശ്മീരിൽ പോയി വരാം. അങ്ങനെയുള്ള സമയത്ത് കിട്ടുന്ന ലീവുകളെ പരമാവധി ഉപയോഗിച്ചിട്ട്, അതിപ്പോ നമുക്ക് അവധിയുള്ള ടൈമായാലും അല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഉസ്താദിന്റെ ആ ഒരു പ്രകൃതിയിലൂടെ തന്നെ മാത്രം യാത്ര ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം യാത്ര എന്ന് പറയുന്നത് നമുക്ക് ധാരാളം നേട്ടങ്ങളും ധാരാളം നന്മകൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ധാരാളം തെറ്റുകൾ ചെയ്യാനും പല തരത്തിൽ വഴിക്ക് പോകാനുള്ള വഴികൾ, അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒരു ശേഷം നമ്മുടെ ഉസ്താദുമാരുടെ പ്രകൃതിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതൊന്നും കൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. മാത്രമല്ല അവരുടെ പ്രകൃതിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കേവലം ഒരു പുസ്തകം തുറന്നു വെച്ച് യാത്ര ചെയ്യണമെന്നില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അതിന്റെ ചുറ്റുവട്ടത്ത് കാണുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഒരു പഠനമായിരിക്കും. അല്ലെങ്കിൽ അവരെ കാണുന്ന മനുഷ്യരെ കുറിച്ച് അവരോട് സംസാരിച്ചിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു പഠനമായിരിക്കും. നമ്മൾ പോകുന്ന സ്ഥലത്തെ ചരിത്രങ്ങൾ അത് വലിയൊരു പഠനമായിരിക്കും. കാരണം സഞ്ചാരികളാണ് പല വലിയ ആളുകളിൽ നിന്ന് സംസാരം കേട്ടിട്ടുണ്ട്. ലോകത്തിന്റെ ഗതികളെ മാറ്റിമറിച്ചത് സഞ്ചാരികളാണെന്നുള്ളത്. കാരണം അവർ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ അവർ പുറം ലോകത്തേക്ക് നൽകിയിട്ട്
അങ്ങനെ ഇപ്പോൾ ഇബിന് ബത്തൂത്തയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തെ കുറിച്ച് പറഞ്ഞതാവട്ടെ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ യാത്രയുടെ തുടക്കം നിങ്ങളെ പ്രായം ചോദിച്ചപ്പോൾ അതിലൂടെ നിങ്ങളെ ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ട മറ്റു പലതിലേക്കൊന്ന് തെച്ചിങ്ങനെ പോയതാണ്. അപ്പോൾ ഞാനെന്റെ 16-ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ വയനാട്ടിലൊക്കെ പോയിട്ട് തുടങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് യാത്രയെ ഇത്രയും ഇഷ്ടപ്പെട്ടത്? അത് കൃത്യം ഞാൻ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ തന്നെ ഞാൻ നാട്ടിലെ ടൗണിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബസ് പോയാല് ആദ്യം ശ്രദ്ധിക്കാറുണ്ട് ബസ്സിന്റെ പേരോ ഒന്നുമല്ല, ഞാൻ ബസ്സിന്റെ ബോർഡാ ശ്രദ്ധിക്കാറ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അങ്ങനെ അറിയില്ല. ഇപ്പൊ പിന്നെ ചിന്തിക്കുന്നത് അന്നേ മനസ്സിൽ ഒരു തെര ഉള്ളത് കൊണ്ടായിരിക്കാന്നാണ്. അപ്പൊ ആ ബോർഡ് വായിക്കരുത്, അതെവിടാണ്, അത് ഏത് ഭാഗത്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ കോഴിക്കോട് നിന്ന് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്ന ബസ്സാവട്ടെ എല്ലാം കൃത്യമായി നോക്കിയിട്ട് ആ സ്ഥലം എവിടാണെന്ന് വീക്ഷിക്കാറുണ്ട്. പോരാത്തതിന് അതിൻ്റെയോടൊപ്പം ഉപ്പാണെങ്കിലും നിരന്തരമായിട്ട് സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനിന്ന് അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാപ്ഷനായിട്ട് ഉപ്പാനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു 4-ാം ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പോയി സമ്മാനം കൊണ്ടെത്തന്നു. അത് നോക്കുമ്പോൾ 2 മാപ്പുകളാണ്, ഒന്ന് ഇന്ത്യന്റെ മാപ്പ്, ഒന്ന് കേരളത്തിന്റെ. ഇതിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇതിന് മറുപടി ഉണ്ട് നോക്കിക്കൊണ്ടിട്ടാണ് കൊണ്ടുതന്നത്. അപ്പൊ ഞാൻ ഏകദേശം വർഷങ്ങളോളം അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ സ്ഥലങ്ങൾ നോക്കി പഠിക്കുകയും അതിൽ നിന്ന് ഹൈവേ പോകുന്നതും റെയിൽ പോകുന്നതും അങ്ങനെ ഓരോന്നോടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ധാരാളം പഠിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് മാപ്പ് കണ്ട സ്ഥലത്ത് ഇന്നെത്തുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ അത് വേറൊക്കെ തന്നെയാണ്. അങ്ങനെ ചെറുപ്പം മുതൽ യാത്രയോട് ബന്ധപ്പെട്ട് യാത്രയോട് കേൾക്കുന്ന സമയത്ത് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ആരെങ്കിലും നമ്മളെ ഇൻസ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നല്ല, നമ്മളായിട്ട് ഇങ്ങനെ ഘട്ടഘട്ടമായി കടന്നു വന്ന അതിനെ യാത്ര തുടങ്ങി തന്നെയാണ്. സ്വയം ഉള്ളിൽ തുറന്നു വന്ന ഒരു ഇഷ്ടമാണ് യാത്ര. അത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞു പഠനം ഒരു തരത്തിലും ഭംഗം വരുത്താതെയാണ് യാത്ര ചെയ്യാറ്. അത് ലീവ് കിട്ടുന്ന സമയത്ത് അത് നല്ലൊരു മുത്താലിമികൾക്ക് നല്ലൊരു പാഠമാണ്. കാരണം കുറെ മുത്താലിമികളൊക്കെ ഇപ്പോഴും യാത്ര എന്നുള്ള ഒരു മേഖലയിലേക്ക് ചിന്തിക്കുന്ന മുത്താലിമികൾ കുറവാണ്. അപ്പൊ അവർക്കൊരു കുറഞ്ഞ ലീവ് കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ സ്ഥലങ്ങൾ സഞ്ചരിക്കണം എന്നുള്ളത് ലൈഫിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പാഠമാണ്. ഇപ്പൊ നിലവില് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്? 22 സ്ഥലങ്ങൾ സഞ്ചരിച്ചു. അതിന്റെ സഞ്ചാരം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. കാരണം നമ്മളൊരു സ്ഥലത്ത് വീണ് പറയണമെങ്കിൽ അതിന് ശരിക്കും നമ്മൾ ഒപ്പിയെടുക്കാൻ നോക്കണം. ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങൾ ജസ്റ്റ് യാത്രയോട് പോയതും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോ പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല ഓർമ്മകളുണ്ടാവുന്ന സംസ്ഥാനമാണ്. അതിപ്പോ എവിടെ ആര് ചോദിച്ചാലും കശ്മീരാണ് എടുത്ത് പറയാറുള്ളത്. പിന്നെ കശ്മീർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാണാനുള്ള മഞ്ഞുകളോ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയൊന്നുമല്ല, അവിടുത്തെ മനുഷ്യന്മാരുടെ പെരുമാറ്റവും അവരുടെ സ്നേഹമാണ് കശ്മീരിൽ എത്രയധികം നമ്മളെ പിടിച്ചപ്പോ പല സഞ്ചാരികളും പറഞ്ഞു. നിങ്ങളെല്ലാം പോയ സ്ഥലത്ത് വീണ്ടും പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതേ സ്ഥലത്ത് നിന്ന് നമുക്ക് ഓരോ വട്ടം പോകുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിൽ കാണുന്ന സ്ഥലം ചെയ്യുന്നതാണ്, പക്ഷേ അവിടെ കിട്ടുന്ന അനുഭവം അവിടെ നിന്ന് നമ്മുടെ ഏറ്റവും ആത്മസ്നേഹം അത് ഓരോ സമയവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതാണ് ഇപ്പൊ കാശ്മീരിനെ പറയുന്നത്. വീണ്ടും കാശ്മീരിലേക്ക് പോകുന്നു, എന്താണ് വീണ്ടും കാശ്മീരിലേക്ക് തന്നെ പോകുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ കാശ്മീരിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത സ്ഥലം ടൂറിസ്റ്റുകൾ തീരെ ഇല്ലാത്തൊരു കേന്ദ്രമാണ്, അത് പൂഞ്ചാണ്. പാകിസ്ഥാൻ ഏരിയയിൽ ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ടൂറിസ്റ്റുകൾ എത്തിപ്പെടുന്നില്ല, ടൂറിസ്റ്റുകൾ പോകുന്ന ഏരിയയല്ല. ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ താമസിക്കാറുള്ളത് അവിടുത്തെ വില്ലേജുകളിലെ വീടുകളിലാണ്. അവിടെ പോയാൽ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞേക്കില്ല. അവരുടെ കൂട്ടത്തിൽ വീട്ടിലൊരാളായി നിർത്തിച്ച് നാളെ പോവാൻ മറ്റന്നാളെ പോകാൻ പറഞ്ഞ് നമ്മളിങ്ങനെ നിർത്തിച്ച് വളരെ സ്നേഹത്തോടുകൂടെ നമുക്ക് ഇങ്ങനെ പടോസി എന്ന് പറഞ്ഞാല് നല്ല പടോസികളെ എടുത്തു പോയിട്ട് അവർ പറയും എന്റെ പരദേശിയാണിത്, സഞ്ചാരിയാണൊക്കെ പറഞ്ഞിങ്ങനെ അവർ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മളെ മൊത്തത്തിൽ അവരുടെ ഒരാളായിട്ട് കൂട്ടി നമ്മളെപ്പോഴും സ്വീകരിക്കുന്നത്. ഏത് പാതിരാക്ക് പോയാലും ഏതൊരു സിറ്റുവേഷനിൽ പോയാലും അങ്ങനെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരിനെ വീണ്ടും ഒരു നല്ല സംസ്ഥാനത്ത് ചോദിക്കുന്ന സമയത്ത് കാശ്മീരിനെ എടുത്തു പറയുകയും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു ധാരണ ഉണ്ട്, കാശ്മീരിൽ ഇപ്പൊ പാകിസ്ഥാനിന്റെ അടുത്ത ഒരു സംസ്ഥാനമല്ലോ, അത് അതിർത്തിയാണ്. അപ്പൊ അവിടെ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് പാകിസ്ഥാനിൽ വല്ല അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പൊ എന്റെ അളിയന് അവിടെ കാശ്മീരിൽ വർക്ക് ചെയ്തതാണ്. അവിടെ യാസീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അവിടെ 8-10 വർഷം വർക്ക് ചെയ്തൊരാളാണ്. അപ്പോ അവൻ പറയാറുണ്ട് അവിടുത്തെ ജനങ്ങൾ വളരെയധികം
രസകരമായ ജനങ്ങളാണ്. അവിടുത്തെ ഭക്ഷണ രീതി, ഭാഷ, സംസ്കാരം, വളരെ രസകരമായ ഒരു മനുഷ്യരാണ് അവർ. പക്ഷേ അവർ ബോർഡിനടുത്തുള്ള ജനങ്ങൾക്ക് ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയാറുണ്ട് പാകിസ്ഥാനിൽ വരുന്നു. അപ്പോൾ ഗൾഫിൽ അവിടെ പോയപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്റെ പരിചയത്തിലുള്ള ആളുകൾ പലരും പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ആളുകളുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നടന്ന ആ യുദ്ധത്തിൽ തന്നെ യുദ്ധം എന്ന് പറയുന്നില്ല, നമ്മുടെ ഇന്ത്യ അവിടെ കടന്നു നിർത്തുകയാണ് ചെയ്തത്. അവരിങ്ങോട്ട് ആക്രമിച്ചിട്ട് ഇന്ത്യ അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ആ സമയത്ത് തന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ലൈവില് ഞാൻ വെടിവെച്ചുകൾ കേട്ടിട്ടുണ്ട്. അവര് വീട്ടിലെ മുറ്റത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ചുറ്റും മലകളാണ്, അതിർത്തി മേഖലയാണ്. അപ്പം ആകാശത്ത് പൊട്ടിയിട്ടുള്ള പുകകള്, വെടിയുടെ സൗണ്ടുകളൊക്കെ അവര് നേരിട്ട് കേൾപ്പിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറ്, നമ്മള് ഒരു വൈകുന്നേരങ്ങളിൽ നമ്മളെ കുടുംബമായിട്ട് വീട്ടിന്റെ വാക്കിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെടിവെച്ചുകൂടെ പോകുമ്പോൾ ചെല്ലാക്രമണങ്ങൾ വെക്കുന്ന സമയത്ത് നമ്മളെ ഒരു പ്രയാസത്തിലായിരിക്കും. അത് ഏത് നിമിഷവും നമ്മളൊരു തമിഴനായിട്ടുള്ള ഒരു പട്ടാളമായിട്ട് ഞാനിങ്ങനെ അനന്തനാഗ് ജില്ലയിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒന്നും നിൽക്കുന്നത് നോക്കണ്ട, ഇത് കാശ്മീരാണ്, ഏത് നിമിഷവും എന്തും സംഭവിക്കും. ഈ ഒരു വാചകം ഞാൻ മുമ്പൊരാളുമായിട്ട് നമ്മളെ സുഹൈൽ പട്ടാമ്പി സാറുമായിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ സമയത്താണ് അവിടെ യുദ്ധം വരുന്നത്. ഏത് നിമിഷം എന്ത് സംഭവിച്ചേക്കാം എന്നുള്ളത് നമ്മൾ കരുതി വെക്കണം. കാരണം അവര് എപ്പോൾ എന്ത് സംഭവിച്ചാലും കോർത്തു നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം അതന്നത്തെ അവരുടെ പൂഞ്ചിലേക്ക് ആക്രമണം ഉണ്ടായതും പെഹൽഗാമിലെ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ പ്രയാസങ്ങൾ അവിടെ അവരുടെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അവരത് പുറത്തറിയിക്കുന്നില്ല എന്നുള്ളതല്ലേ? അതിപ്പോ നമ്മളിപ്പോ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ അതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ 4ാം തൂണം അറിയപ്പെടുന്നത് മാധ്യമങ്ങളെ കുറിച്ചാണ്. പക്ഷെ നമുക്ക് പറയാം, കൃത്യമായ രീതിയിൽ അതിന്റെ ധർമ്മം, ആ മാധ്യമം അതിന്റെ ധർമ്മത്തെ നിർവഹിക്കുന്നില്ല. അഥവാ നമ്മളിപ്പോ രാജ്യത്ത് പ്രശ്നം നടക്കുന്ന സമയത്ത് അതിന്റെ ശരിയായ സത്യം അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം 21ഓളം ആളുകൾ പുഞ്ചിരി വെച്ചിട്ട് മരണപ്പെട്ടത് ഞാനൊരു വാർത്തയും കണ്ടിട്ടില്ല. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ചില ചാനലുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട് എന്നല്ലാതെ. ഇപ്പം ഞാന് ഇത് അവരുടെ കാശ്മീരിലുള്ള സുഹൃത്തുക്കൾ എനിക്ക് കൈമാറുകയും ഞാൻ അവരുമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോ ആയി ബന്ധപ്പെട്ടിട്ട് റെസ്ട്രിക്റ്റീവ് ഇൻസ്റ്റാഗ്രാം നൽകിയിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ അവർ ചെയ്യേണ്ട ധർമ്മത്തെ ചെയ്യുന്നില്ല എന്നതാണ് അവരുടെ പല പ്രശ്നങ്ങളും നമ്മളിലേക്ക് എത്താത്തത്, നമ്മൾ അറിയാത്തത്. മാധ്യമങ്ങൾ അരാജകത്വ അനീതിയും കാണിക്കുന്നുണ്ട്. അതെ. ഇന്ന് നമ്മൾ കേരളത്തിലുള്ള യുവാക്കൾക്കായാലും മുതിർന്നവർക്കായാലും അറിയാത്തൊരു സംഭവമാണ് കാശ്മീരികളുടെ ജീവിത ശൈലി, അവരുടെ സംസ്കാരം, ഭക്ഷണ ശൈലികളും ഭക്ഷണത്തിന്റെ രീതികളൊക്കെ അത് ആർക്കും അറിയില്ല. എല്ലാവർക്കും അറിയില്ല പഹൽഗാം ടൂറിസ്റ്റ് കേന്ദ്രം, അങ്ങനത്തൊക്കെ മഞ്ഞ് പോയി കാണണം, മല പോയി കാണണം എന്നാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ അവരുടെ ജീവിതശൈലി, സംസ്കാരമോ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഇപ്പോഴത്തെ യുവാക്കൾക്കൊന്നും കൂടുതൽ അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് അനുഭവങ്ങളൊന്നും പങ്കുവെക്കാൻ പറ്റുമോ? ഇപ്പം അറിവുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ എത്രയോ പിന്നിലാണ് കാശ്മീരിലെ ജനങ്ങളുള്ളത്. പക്ഷെ അവിടുത്തെ യുവാക്കളാവട്ടെ അവരുടെ ഒരു ജീവിതം നോക്കുകയാണെങ്കിൽ നല്ല ആത്മാർത്ഥതയുള്ള ഉള്ള അറിവില് നല്ല ഖിലാസുള്ള ജനങ്ങളാണ്. ഇപ്പൊ പള്ളിയിൽ പോയാല് നിസ്കാരത്തിന് ശേഷം 4 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് നല്ല റാഹത്തായിട്ട് മടങ്ങുന്ന ചെറിയ ചെറിയ യുവാക്കളെ കാണാം. ആരെ കണ്ടാലും അവർ അതിഥിയാണെന്ന് മനസ്സിലായാൽ അവരെ പരിഗണിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ ഒരു വളരെ മാതൃകപരമായ ഒരു ആതിഥ്യ മര്യാദ അവിടുത്തെ മുതിർന്നവരിൽ കാണാം, ചെറുപ്പക്കാരായ കുട്ടികളിൽ കാണാം. അതൊക്കെ നമ്മളിപ്പം മാതൃകയാക്കി എടുക്കേണ്ട ഒരു നല്ലൊരു സ്വഭാവ ശൈലിയാണ്. മാത്രമല്ല വലിയ പ്രായമുള്ള ആളുകളായാലും അങ്ങനത്തെ ഒരിക്കലും ശ്രീനഗറിൽ വെച്ചിട്ട് തന്നെ ഞാൻ നടക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരു പൂപ്പ വന്നിട്ട് പേരെന്താണ്, എവിടുന്ന് വരികയാണ് എന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് ഞാൻ എന്ത് ഹിദമത്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട, ഞാനിങ്ങനെ പോവാണെന്ന് പറഞ്ഞപ്പോ അല്ല എന്തെങ്കിലും ഞാൻ ചെയ്തു തരാം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുക. ഒന്നും ആവശ്യമില്ല എന്ന് അവരുടെ സന്തോഷത്തോട് പറഞ്ഞപ്പം അവർ പറഞ്ഞത് എന്റെ നമ്പർ ഇതാണ്, ഇത് കയ്യിൽ വെച്ചോ, എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് തന്നെ വിളിച്ചാൽ മതിട്ടോ, ഞാൻ സഹായിക്കാനുണ്ടാവും. അപ്പൊ അവര് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തന്നിട്ട് അതിന്റെ പുണ്യം നേടുക എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അവർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ സഞ്ചാരികൾ നമ്മൾക്ക് അള്ളാഹു താല നൽകുന്ന ഒരു റഹ്മത്താണ്, അള്ളാഹ് റഹ്മത്താണ്, നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം.
നമ്മൾ തന്നെ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ യാത്രക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന്. അതുകൊണ്ടാണ് അവർ ഇത്ര അധികമായിട്ട് സ്നേഹിക്കുന്നത്. നിങ്ങളെ ദുആക്ക് പെട്ടെന്ന് കബൂലുണ്ടാവുമെന്ന് പലരും അവിടെ നിന്ന് കശ്മീരികളായ ആളുകൾ പലരും പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ കാശ്മീരികളെ കുറിച്ചിട്ട് PT ഉസ്താദിന്റെ ഇന്റർവ്യൂവിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് സൽക്കാരപ്രിയരാണെന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൽ തന്നെ ഇതാമത്താണ് ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെയധികം പുണ്യകരമായ സൽക്കർമ്മമാണ്. അപ്പോൾ അത് കാശ്മീരികൾ അത് വളരെയധികം അതിൻ്റെ വിഷയത്തിൽ വളരെയധികം മുമ്പിലാണ്, വളരെ ഉന്നതത്തിലാണെന്ന് PT ഉസ്താദ് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് കൈഫിന്റെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നൽകുന്ന കാര്യത്തിലും അവർ വളരെ ഉന്നതനാണ്. അവിടുത്തെ സൽക്കാരാവട്ടെ എന്താവട്ടെ അവിടുത്തെ സംസ്കാരം ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇപ്പം റമദാനിലാണ് ഞാൻ കൂടുതലും കാശ്മീരിൽ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അവിടുത്തെ ധാരാളം സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാശ്മീരിലെ ഫ്രൂട്ട്സ് ആണ്. അത് നമ്മുടെ നാട്ടിലത്തെ സെയിം സാധനം തന്നെയായിരിക്കും. വത്തക്ക, മുന്തിരി, ആപ്പിൾ ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അവിടുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അത് അവിടെ ഉണ്ടായതല്ല എങ്കിലും അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ക്ലൈമറ്റിൻ്റെതാണ്. അവിടുത്തെ ക്ലൈമറ്റിൽ ഇതിന് തണുപ്പ് പിടിച്ചിട്ട് അതുകൊണ്ടാണ് നല്ല കൂടുതൽ മധുരവും നല്ല സ്വാദുള്ളതായിട്ട് മാറുന്നതെന്നാണ് മനസ്സിലാക്കിയത്. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഫ്രൂട്ട്സ് ആണ്. അതുപോലെ പിന്നെ നമ്മുടെ കേരളത്തിലുള്ള മുത്താലിമീങ്ങൾക്കാവട്ടെ അവിടെ ദാവത്തിന് പറ്റിയ പല മേഖലകളുണ്ടോ? തീർച്ചയായിട്ടും കാശ്മീരിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എടുത്തുകയാണെങ്കിൽ പലയിടത്തുണ്ട്. ഞാനൊരു ദിവസം ഈ കാശ്മീരിലെ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള ആളുകൾ എന്നോട് ഇങ്ങനെ സംസാരിച്ച് വീട്ടിൽ വന്നിരുന്നത് ചായ കുടിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ചെറിയ മോള് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുകയാണ്. ഒരു നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലോണം കോടാനായ ഒരു പ്രായമാണ്. അപ്പൊ ഈ കുട്ടിയും വർഷങ്ങളായി മദ്രസയിൽ പോകുന്നുണ്ട്. അപ്പൊ എന്നോട് ഒന്ന് ഖുർആൻ ഓതിപ്പിച്ചു നോക്കൂ, എന്തെങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം കൊണ്ടുവന്ന ഖുർആൻ തന്നെ കയറി പറഞ്ഞിട്ടുള്ള അത് അവരുടെ എന്താണ് സാമ്പത്തികമായ നിലവാരം കൊണ്ടായിരിക്കും ഒരു ഖുർആൻ അത് കൊണ്ടുവന്നിട്ട് എനിക്ക് ഓതിത്തരാൻ തുടങ്ങി. ഞാൻ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട്, അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഓതുന്നതില് പല അക്ഷരങ്ങളും ഇല്ല. ഏകദേശം 1-2-3 അക്ഷരങ്ങൾക്കൊക്കെ ഒരു ഒറ്റ അക്ഷരേക്ക് മുഴയുന്നത്. വൈനിന് ഹാന്നല്ലേ കിടക്ക് മൊയാത്തായിരുത്. അഥവാ വലബാലി എന്നുള്ളതുപോലെ ദാലില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മള് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനാണെങ്കിൽ ഈ അക്ഷരം അവർക്ക് മൊഴിഞ്ഞ് കിട്ടുന്നില്ല. അപ്പം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ മുതിർന്നവർ നോക്കുമ്പോഴും എത്രത്തോളം തന്നെ ചിലപ്പോൾ പള്ളികളിൽ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ അത്യാവശ്യം അറിവുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഥവാ പലയിടങ്ങളിലും ഖിറാഅത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അവിടെ അങ്ങനെയുള്ള വിദ്യാർത്ഥികളിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന മുത്തലീമിങ്ങൾ അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കുകയാണെങ്കിൽ വലിയൊരു സമുദ്രം പോലത്തെ മേഖല തന്നെ അവിടെ ദാവത്തിനായിട്ട് നമ്മളെയും കാത്തിരിപ്പുണ്ട്. ഇപ്പം ഖലീൽ തങ്ങൾ ഒരിക്കലും മർക്കസിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് 500 വിദ്യാർത്ഥികളിരിക്കുന്ന സദസ്സെന്നാണ് തങ്ങൾ ഉസ്താദ് വലിയ ഉസ്താദ് പറയുന്നത്. നിങ്ങൾ ഇത്രയും മുത്താലിമീങ്ങളുണ്ട്, ഞങ്ങളോടൊരു കാര്യം പറയാണ്, നിങ്ങൾ ഇത്രയും ആളെ കേരളത്തിന് ഒരാവശ്യമില്ല, നിങ്ങളെ കേരളത്തിന് വേണ്ട, നിങ്ങളെ കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങി, അവിടെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന മനുഷ്യന്മാര്, നിങ്ങളെ കൊണ്ട് ഉപകാരം എടുക്കാനുള്ള മനുഷ്യന്മാര് കാത്തിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അവിടെ കാശ്മീരിൽ അസ്ലിയായ ഖുർആൻ ഓതി പഠിക്കുന്ന വിഷയത്തിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഹാഫിദീങ്ങൾക്ക് നല്ലൊരു ഇതുണ്ട്. ഹാഫിദീങ്ങളാവട്ടെ അല്ലാത്തവരാകട്ടെ അവർക്കൊക്കെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്ന് അറിയില്ല, എന്നിലുണ്ട്. ഇപ്പോൾ ബീഹാർ UP പോലത്തെ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ മുസ്ലിങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് മർദ്ദനം ഏറ്റുകൊണ്ട് ജീവിക്കുകയാണ് എന്ന ഒരു ധാരണ നമുക്കുണ്ട്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ, അതായത് ഈ മുസ്ലിങ്ങൾ ഒഴിച്ച് മറ്റു മതങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചെറിയൊരു ആശങ്ക നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവിടെ യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ജീവിതങ്ങൾ എങ്ങനെ ആയിരുന്നു? ഇപ്പം ഞാൻ നേരത്തെ മീഡിയന്റെ കാര്യം പറഞ്ഞില്ലേ, വർഗീയ പ്രശ്നങ്ങളൊക്കെ പലതും മീഡിയ ഇനി നമ്മളൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് മീഡിയയിലൂടെയാണ്.
അപ്പം പ്രശ്നങ്ങൾ തീരെ ഇല്ല എന്നല്ല. കാരണം ഒന്നാമത് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് നമ്മളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെയായിരിക്കും. ഇപ്പൊ ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇപ്പം നമ്മുടെ സ്പിരിച്വലായിട്ട് നോക്കുകയാണെങ്കിൽ ബറേലി ഞാൻ പോയിട്ടുണ്ട്. അതല്ലാതെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു സ്പിരിച്വലായിട്ടൊരു ബന്ധമില്ലാത്ത മതപരമായ ഒരു ബന്ധമില്ലാത്ത സ്ഥലമാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, ഈ ഏരിയകളൊക്കെ. ഇനിയിപ്പം രണ്ടും വളർന്ന ഒരു ഏരിയയാണ് ഫത്തഹ്പൂർ സിക്രി, സലീം ചിസ്തി റളിയല്ലാഹുവിന്റെ മക്കബറൊക്കെയുള്ള നാട്. ഇവിടെയൊക്കെ പോയ സമയത്തും എനിക്ക് ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള ഞാൻ ഈ ഒരു വേഷം ധരിച്ചെന്നോ അല്ലെങ്കിൽ ഒരു തലപ്പാവ് ധരിച്ചെന്നോ എന്ന കാരണത്താൽ എനിക്ക് ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള പ്രയാസവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവിടെയുള്ള ജനങ്ങൾ അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്നത് ഞാൻ ഇതുവരെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഞാൻ കണ്ടിട്ടില്ല എന്നതിൽ എനിക്ക് ഇല്ലാന്ന് വരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രയാസം കണ്ടിട്ടില്ല. ഞാനൊരിക്കലും ഒരു നോമ്പ് റമദാൻ സമയത്ത് UP-യിലൂടെ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് UP ആണല്ലോ, ഞാൻ തിരക്കിട്ട് ആ ട്രെയിനിൽ സാധനം എനിക്ക് യാത്രന്റെ ഷെഡ്യൂൾ മൊത്തം പോകും. അപ്പൊ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് നോമ്പ് തുറക്കാണ്ട് എന്തെങ്കിലും വഴി നോക്കാന്നാണ് കരുതിയത്. അപ്പൊ ആ സമയത്ത് എന്നെ സഹായിക്കാനുണ്ടായിരുന്നത് മറ്റു മതത്തിലുള്ള സഹോദരന്മാരാണ്. UP ആണല്ലോ എന്നൊരു സാധനം നിങ്ങൾ ചോദിച്ചില്ല, ആ സാധനം എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ, എന്താണ് ഞാൻ നേരിടാൻ പോകുന്നത് എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രശ്നം, ഒരു പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല. UP ആവട്ടെ മറ്റേതെങ്കിലും സംസ്ഥാനമാവട്ടെ ഒരു പ്രശ്നവും ഉണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ UP-യിലെ മറ്റു ബീഹാറിലെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമപരമായിട്ടുള്ള അറിവുകളൊക്കെ എല്ലാം പൂർണ്ണമാണോ? ഈ കേരളത്തിലുള്ള നമ്മുടെ മുസ്ലിമീങ്ങളെ പോലെ തന്നെ അവർക്കും അതെല്ലാം ഇല്ല. നമ്മളെ കേരളയെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ പിന്നിലാണ് അവരുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിദിനം എന്ന് പറയുന്നത് അതൊരു ആത്മീയപരമായ ആഘോഷമാണ്. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യമാണ് നബിദിനത്തിന് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവരും കൂടെ റോഡിലിറങ്ങി നാസിക്കും അതും കളവ് പാറ്റലും പിന്നെ വലിയ കുടികൾ കൊണ്ടുവന്ന് ഇതാക്കലും മറ്റേ ഗുഡ്സിന്റെ ബേക്ക് കയറി ഡാൻസ് കളിക്കലും ഒരു ഹോളി വന്നതുപോലെ ഉള്ള ഒരു ആഘോഷം നബിദിനത്തിലൊക്കെ കാണുന്നുണ്ട്. കാരണം നബിദിന ആഘോഷം അവരാഘോഷം അത് ആഘോഷിക്കുകയാണ്. അവർ അതിൻ്റെ ഒരു സ്പിരിച്വൽ മേഖലയിലുള്ള ആ ഒരു ഇഷ്കിന്റെ ഒരു ആഘോഷം, ആ ഒരു മദ്ഹ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിച്ചിട്ടുള്ള മാതൃകയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നബിദിന പരിപാടി അല്ലാതെ പോകുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ UP ആവട്ടെ ബീഹാർ ആവട്ടെ മറ്റു ഉത്തരേന്ത്യൻ ഏത് സംസ്ഥാനമാവട്ടെ അവിടെയൊക്കെ അവർ ചെറിയ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് യഥാർത്ഥത്തിലുള്ള ദീന് പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നബിദിനാഘോഷമാവട്ടെ മറ്റേത് പരിപാടി ആവട്ടെ അതിനെ നമ്മുടെ ശരീരത്തിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഇന്ന് വളരെ നല്ല രീതിയിൽ ഉയർച്ചകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാറ്റങ്ങൾ ഈ ദാവത്തിന്റെ മേഖലകളിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങളാവട്ടെ നമ്മുടെ പ്രധാനപ്പെട്ട ഫാറൂഖ് നഈം ഉസ്താദ്, ഷൗക്കത്ത് ബുഖാരി ഉസ്താദ് തുടങ്ങിയ പേരെടുത്ത് പറയാൻ ധാരാളം ആളുകളുണ്ട്. അവരെ പോലത്തെ ആളുകളിലൂടെ നടന്നു വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കുറേ സംസ്ഥാനങ്ങളൊക്കെ യാത്ര ചെയ്തെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യ അല്ലാതെ മറ്റു ഏതൊക്കെ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്? ഇപ്പൊ പ്രധാനമായും പറയുകയാണെങ്കിൽ സൗദി അറേബ്യ, ബഹ്റൈൻ, ഇത് രണ്ടും നല്ല രീതിയിൽ ഒരു പഠനത്തോടു കൂടി തന്നെ യാത്ര ചെയ്തിട്ടുണ്ടോ? സൗദി അറേബ്യയിലെ യാത്രകളൊക്കെ ഒരു സ്പിരിച്വൽ യാത്രയാണ്. പ്രധാനമായിട്ട് 2 ഹറമുകൾ, പിന്നെ കുറച്ച് റിയാദ്. പിന്നെ ഹറമിൽ നമുക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാല് കണ്ടാടുന്ന ഞാൻ കൂടുതലും നടന്നൊക്കെയാണ് ഹറമിലെ. ഇപ്പോ മദീനത്തെ പള്ളിയിൽ നിന്ന് കുബൈയിലേക്കൊക്കെ നടന്നാണ് പോയത്. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് തന്നെ അപ്പൊ നമ്മൾ വണ്ടി പോവാണെങ്കിൽ റോഡിലൂടെ നേരെ ചെന്ന് കുബൈയിൽ ചെന്നാക്കി തരും. പക്ഷെ നടക്കുന്ന സമയത്ത് ഞാൻ ഖുലഫാ റാഷിദീങ്ങളിൽ പലരുടെയും പേരിലുള്ള പള്ളികള്, മറ്റു സഹാബത്തിന്റെ പേര്, ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ മനസ്സിൽ എക്സ്പെക്ട് ചെയ്യാത്ത പല സാധനങ്ങളും, ഇനി റമളാൻ സൂക്കുകൾ, അങ്ങനെ കുറെ സാധനങ്ങൾ ആ അറേബ്യൻ കൾച്ചറിലുള്ള പലതും ആ നടത്തത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വേറൊരു കാര്യം, ഉഹുദിലേക്ക് വണ്ടി ഉണ്ടാവും, പക്ഷെ നമ്മൾ ഉഹുദിലേക്ക് നടന്നു പോകും. കുറച്ച് പ്രയാസം ഉണ്ടാവും, പക്ഷെങ്കിൽ നമുക്ക് കൂടുതൽ സംഗതികൾ നമുക്ക് ക്യാച്ച് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ അവസരങ്ങൾ ഉണ്ടാവും. അപ്പോൾ നടന്നിട്ട് യാത്ര ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി യാത്രയുടെ ഭംഗി കൂട്ടാനുള്ളതാണെന്ന് മനസ്സിലാവുന്നത്. ചില സ്ഥലങ്ങളിൽ നടക്കലായിരിക്കും ഉചിതം, ചില സ്ഥലങ്ങളിൽ വണ്ടിയായിരിക്കും ഉചിതം, അങ്ങനെ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് മാത്രമല്ല, അപ്പം ഈ യാത്രയിലേക്ക് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയ സഞ്ചാരികൾ ആരൊക്കെയാണെന്നുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻസ്പയർ ആയെന്നല്ല, ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയ ശേഷം യാത്രകളെ കുറിച്ച് വായിക്കാൻ ശ്രമിക്കും. അപ്പൊ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീലു കീശേരിയുടെ യാത്രകളൊക്കെയാണ്. അപ്പോ എവിടെയും പേരെടുത്ത് പറയപ്പെട്ട സഞ്ചാരികൾ എന്ന് പറയുന്നത് അവർ ട്രാവലേഴ്സ് ആയിരിക്കും.
നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ ട്രാവലറായിട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് അത് എവിടെയെങ്കിലും എഴുതി വെക്കാൻ പറ്റിയ ഒരു രൂപത്തിലേക്കായി മാറുന്നത്. ടൂറിസ്റ്റ് ആയിട്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലം മാത്രം കണ്ട് തിരിച്ചു വരുന്നതിലും ഒരു നാട്ടിൽ പോയി അവിടുത്തെ സംസ്കാരങ്ങളെ പഠിച്ച് അവിടെ നിന്നും ഓരോന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതിലേക്ക് ചെന്നെത്തിപ്പെട്ട് അങ്ങനെയുള്ള യാത്രകളാകുമ്പോൾ അങ്ങനെയുള്ള യാത്ര ചെയ്ത ആളുകളുടെ യാത്രാ അനുഭവങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിലുള്ള വലിയ യാത്രികന്മാരെ ഇൻസ്പിറേഷൻ ആയിരുന്നുണ്ടോ? കുറേ ആളുകളുണ്ട് പല നടന്ന് പല രാജ്യങ്ങളിലൂടെയും നടന്ന് ഇൽമിന് വേണ്ടിയിട്ടാവട്ടെ മറ്റുള്ള അറിവിന് വേണ്ടിയിട്ടാവട്ടെ അങ്ങനെയുള്ള പല നമ്മളിവിടെ നേരത്തെ പേര് പരാമർശിക്കപ്പെട്ട ഇബ്നു ബത്തൂത്തയാവട്ടെ അതേപോലെ തന്നെ ഇബ്നു ഹൽദൂനി അവരൊക്കെ എന്താ പറയാ കേവലം ഒരു നാട് കാണാനോ അല്ലെങ്കിൽ നാടിന്റെ ഭംഗി കാണാനോ അതിലപ്പുറത്തേക്ക് ഇൽമുകളെ തേടിയിട്ട് അറിവുകളെ തേടിയിട്ട് ഒരു അക്കാദമിക്കൽ ലെവലിലുള്ള യാത്രകളൊക്കെ നടത്തിയ ആളുകളാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ യാത്ര എക്കാലത്തേക്ക് ഉപകാരിക്കപ്പെടുന്ന ഒന്നായി മാറും. ഷാഫി എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഒഴുകുന്ന വെള്ളത്തിന് മലിനമുണ്ടാവില്ല, എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ യാത്രത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ന് പിന്നെ അവിടെ ഏഷ്യയിലെ അവിടുത്തെ മഹാന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഷാഫി ഇമാമിന്റെ ഈ ഒരു വചനം വളരെയധികം മുസ്ലിമീങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആവുന്ന ഒരു സാധനമാണ്. കാരണം യാത്ര എന്നുള്ളത് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം, അത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നതാണ് എന്ന് ഷഫീമ പറയുന്നുണ്ട്. ഇതിലൂടെ ആയിരിക്കണം ചിലപ്പോൾ മഹാന്മാർ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഖുറാനിലെ നിർവചനം കുൽസിറുഫില്ലാറുണ്ട് ആ ഒരു നിർവചനമുണ്ട്. അല്ലാഹു തആല പറയുന്നുണ്ട് ഭൂമി മൊത്തം ചുറ്റി കാണണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ മഹാന്മാർ. അപ്പൊ നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നത് മഹാന്മാരും ഇതുപോലത്തെ വലിയ പണ്ഡിതന്മാരൊക്കെ ഇത്രയും കൂടുതൽ യാത്ര ചെയ്യാനുള്ള കാരണം ഇസ്ലാമിലെ ഇതിനോട് കൂടുതൽ പ്രോത്സാഹനം ചെയ്തിട്ടാവാനാണ്? അതോ അവരുടെ യാത്രയൊക്കെ എടുത്തു നോക്കണം. നമ്മളിപ്പോ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, വലിയ ഇഷ്ടം പറഞ്ഞത് നിങ്ങളാരും കേരളത്തിന് വേണ്ട, തിരുവനന്തപുരത്തേക്ക് നമ്മളെ കാത്തിരിക്കുന്ന. അപ്പൊ നമ്മളെ നാട്ടിലത്തെ ഓരോ മഹാന്മാർ ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാന്മാരെടുത്തു നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മള് കുത്തുബുസമാൻ മമ്പർ ഞങ്ങളെ കേരളത്തിൽ ജനിച്ച ആളല്ല, യമനിൽ നിന്ന് വന്നതാണ്. അപ്പൊ അവരെന്തിനു വന്ന് ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ അവര് വലിയ ജീവിതത്തിലെ വലിയൊരു ഹിജറ എന്ന് വരെ പറയാൻ പറ്റിയൊരു യാത്രയല്ലത്. അതേപോലെ ഏതൊരു മഹാൻ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ പിന്നിൽ വലിയ യാത്രകൾ നടന്നിട്ടുണ്ടാവും. ഹോജാപ്പാപ്പ ഒരു അജ്മീർ മാത്രം ഒതുങ്ങിയ ആളല്ലല്ലോ, ധാരാളം ചുറ്റിത്തിരിഞ്ഞ ആളാണ്. അപ്പൊ മുല്ലി ശേഖന്റെ മാലയിൽ പറയുന്നുണ്ടല്ലോ 25 ചുറ്റി നടന്നു എന്നുള്ളത്. അപ്പം മഹാന്മാരായ ആളുകളൊക്കെ മറ്റു മഹാന്മാരെ തേടിയിട്ട് അവരുടെ ചരിത്രഭൂമികളിലൂടെ സഞ്ചരിച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്ത് ജീവിതത്തിലെ ആത്മീയ ലോകത്ത് വളരെ നല്ല രീതിയിൽ ഉപകരിക്കുന്ന യാത്രകളൊക്കെ ചെയ്ത ആളുകളാണ്. ഏതൊരു മഹാന്മാരെടുത്ത് നോക്കുകയാണെങ്കിൽ അവര് ഇന്ന് അന്ത്യം ഇറങ്ങുന്ന നാട്ടിലായിരിക്കില്ല പലരും ജനിച്ചിട്ടുള്ളത്. അപ്പം ഈ നേരത്തെ പറഞ്ഞത് ഷാഫിമാൻ പറഞ്ഞത് ഒഴുകുന്ന വെള്ളം പോലെയാണെന്നുള്ളത്. ഇപ്പൊ ഞാനങ്ങനെ പോയി യാത്ര ചെയ്യാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം ഇങ്ങനെ വേറെ എന്തെങ്കിലും ഷോയിലുകളായിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്കൊരു ഒന്ന് കുടുങ്ങിയ ഫീൽ ആയിരിക്കും. അതേ സ്ഥാനത്ത് നമ്മൾ നല്ല സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ദർബാറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, ഒരു ലളിതത്തുണ്ട്. അത് നല്ല രീതിയിൽ, അതായത് ഈ യാത്ര ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും എന്നുള്ളത് നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള വിഷയമാവട്ടെ, എന്തും യാത്രകൾ നമുക്ക് ആത്മീയപരമായിട്ട് ഉന്നതിയിലെത്താനും അതിനെ നേരെ ലോകത്തേക്ക് കൊണ്ടുപോകാനും സാധ്യമോ. അതിനെ നമ്മൾ നല്ല രീതിയിൽ അതിനെ മിസ്യൂസ് ചെയ്യാതെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മളെ യാത്രകൾ വിജയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആധുനിക കാലത്തെ മുസ്ലിമീങ്ങൾ, യുവാക്കളാവട്ടെ മറ്റു മനുഷ്യരാവട്ടെ, ഇപ്പൊ ഈ ഒരു മുസ്ലിമീങ്ങൾക്ക് യാത്ര അവർ എങ്ങനെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് ചിലർക്ക് അറിയില്ല. ചിലർ കുറെ സ്വിറ്റ്സർലാൻഡ് പോലത്തെ രാജ്യങ്ങളൊക്കെ അവിടുത്തെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ ഭാര്യ ഭർത്താവ് സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുക, ഹണിമൂണിന് പോവുക, അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ പോലത്തെ മുസ്ലിമീങ്ങളാവട്ടെ ഒരു മുഅ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, അവനക്ക് എന്തെല്ലാം അനുഭവങ്ങൾ അവനക്ക് ആ യാത്രയിലൂടെ കിട്ടുമെന്നുള്ളത് കൈഫിന്റെ അനുഭവത്തിലൂടെ നമുക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഒരു ട്രാവലറും ടൂറിസ്റ്റും തമ്മിലുള്ള. ഇപ്പോൾ ഒരാള് സ്വിറ്റ്സർലാൻഡിൽ പോകുന്ന വലിയൊരു പൈസ ചെലവാക്കിയിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോകുന്നു, അവിടെ അവർ ഷെഡ്യൂൾ ചെയ്ത സ്ഥലങ്ങളിൽ മാത്രം പോകുന്നു, അടങ്ങി വരുന്നു. അതേ സ്ഥാനത്ത് അവർ ജസ്റ്റ് നമ്മൾ വേറൊരു നാട് കൊടുക്കണ്ട, സ്വിറ്റ്സർലാൻഡ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ തന്നെ ധാരാളം രാജ്യങ്ങളുണ്ട് യൂറോപ്പിൽ. ഇപ്പൊ സ്പെയിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ആത്മീയപരമായ യാത്രക്കൊക്കെ പറ്റിയ നാടാണ്.
കാരണം സ്പെയിനിൽ പിന്നിൽ ധാരാളം ചരിത്രങ്ങൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇബ്നു ഖൽദൂനി സ്പെയിൻ പോലത്തെ രാജ്യങ്ങളിലൂടെയൊക്കെ ഒരു അക്കാദമിക് ലെവലിൽ സഞ്ചരിച്ച ആളാണ്. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ വ്യക്തി അതിലേക്ക് ഒരു ടൂറിസ്റ്റ് ആവാതെ ഒരു ട്രാവലർ ആവുന്ന സമയത്ത് നമുക്ക് അതിൽ ആത്മീയപരമായിട്ടും ആ നാടിന്റെ സംസ്കാരപരമായിട്ടൊക്കെ ഉപകാരപ്പെടപ്പെടും. അപ്പോൾ നമ്മളൊരു യാത്രികനാവാൻ ഉദ്ദേശിച്ചിറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യാത്രക്ക് ഇറങ്ങുകയാണെങ്കിൽ പ്രധാനമായും വേണ്ടത് ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവണം. ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ നമ്മൾ ജമ്മു കശ്മീർ പോലും അനുവദനീയമാണ് മസാല. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോകണം, സ്വിറ്റ്സർലാൻഡിൽ പോകണം, എന്ത് സ്വിറ്റ്സർലാൻഡ് എവിടെയാണ്, ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ എപ്പോഴാണ് അവിടെ എത്തുക, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം. സ്വിറ്റ്സർലാൻഡിലെ ഇന്ന സ്ഥലമാണ് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് എന്ന നാടാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. അവിടത്തേക്ക് എന്തിനു പോകുന്നു, ഇത്ര ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, എപ്പം ആ ഒരു സാധനമാണ്. ഇനിയിപ്പം കൃത്യമായിട്ട് നമ്മൾ ഒരു പാക്കേജ് പോലെ പോകുന്നതല്ലാതെ ഇപ്പം നമ്മളിപ്പം അവിടെ പോയി അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ ഇപ്പൊ രണ്ടു തരത്തിലുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ട് അവിടെ പോയി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഓരോന്ന് തേടി തേടി പോകുന്നുണ്ടാവും. പ്ലാൻ ചെയ്ത തീരെ ഒരു പ്ലാൻ ഇല്ലാതെ പോകുന്നത് നമുക്ക് ഒരു പക്ഷേ ശരിയാവില്ല. പക്ഷെങ്കിൽ എല്ലാം കൃത്യമായിരുന്നു. അപ്പൊ ആള് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് താമസിക്കാനൊരു റൂം തപ്പാണെങ്കിൽ അത് നമുക്ക് കുറെ എക്സ്പീരിയൻസുകൾ നൽകും. ഞാനൊക്കെ ചിലപ്പോ റൂമില്ലാതെ നട്ടോട്ടായ രാത്രികളൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് വലിയ സമയം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് റൂമുകളൊന്നും കിട്ടാതെ തപ്പി തടഞ്ഞ് അപ്പം പുതിയ മനുഷ്യരിലേക്ക് എത്താണ്, പുതിയ അനുഭവങ്ങളിലേക്ക് എത്താണ്. അങ്ങനെ അപ്പോൾ ഉദാഹരണത്തിന് വെറുതെ ഒരു സ്ഥലത്ത് പോയി മടങ്ങി വരുന്നവരുന്നുണ്ട്. ആ സ്ഥലത്തെ കുറിച്ച് നമ്മൾ പോകുന്നതിന് മുമ്പേ ആ സ്ഥലത്തെ കുറിച്ചൊന്ന് പഠിച്ച് എന്നിട്ട് അതിനെ അവിടെ പോയി പാറ്റാൻ നോക്കി. അപ്പൊ നമുക്ക് യാത്ര ഒന്നും കൂടെ ഉപകാരപ്പെടും. ടൂറും ട്രാവലും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ദർശകനെ സിയാറത്ത് അതുപോലെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൈഫ് എങ്ങനെയാണ് പോകാറുള്ളത്? പ്ലാൻ ചെയ്തിട്ടാണോ അല്ലാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാണെന്നുള്ളതും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യും. ഇപ്പൊ ഞാൻ ഒറ്റക്ക് പോവാണെങ്കിൽ എവിടെ എത്തണം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യും. പിന്നെ അവിടേക്ക് എത്തിയാലുള്ള മാർഗങ്ങൾ എങ്ങനെയൊക്കെ നോക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പം ഞാനിപ്പോ ബോംബെയിൽ പോകാൻ വിചാരിച്ചിട്ട് അപ്പൊ ബോംബെയില് മുന്നൊരു യാത്രകൾ കിട്ടിയ ബോംബെക്കാരനെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവിടെ എത്തുന്ന സമയത്താണ് അവർ വിളിക്കുന്നത്, ഞാൻ അവിടെ ഇട്ടിട്ട് പോകാൻ. അപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൻ്റെ റൂമിന്റെ ഫോട്ടോത്തിന് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു റൂം റെഡി ആക്കി തരാണ് ഞാൻ അതിന്റെ ഫോട്ടോത്തിന് ചോദിക്കില്ല. നമ്മളങ്ങനെ ഫോട്ടോ നോക്കി റെഡിയാണോ, അത്യാവശ്യം പ്രീമിയാണ്, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ പോയാലുള്ള വിഷ്വൽസുകൾ കാര്യങ്ങൾ ഒന്നും ചോദിച്ചിട്ടല്ല, നമ്മളങ്ങ് പോവുകയാണ്. അവിടെ എന്താണുള്ളത് നമ്മൾ കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവിടെ എന്താണുള്ളത് അതിലേക്ക് നമ്മൾ ഒരു ജനറൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നിറച്ച് ബംഗാളികളായിരിക്കും. ഇപ്പൊ നമ്മളവിടെ നമുക്ക് ഒരു രക്ഷയുള്ളത് എന്താ പറയുക, നമ്മള് ബംഗാളികളിൽ ഒരാളാവാം, എന്നിട്ട് അവരെ കൂട്ടത്തിൽ യാത്ര ചെയ്യാം. അല്ലാതെ നമ്മളെ മുമ്പിൽ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് യാത്ര ഒരു രസം ഉണ്ടാവില്ല, പ്രശ്നങ്ങളായിരിക്കും. അതേ സ്ഥാനത്ത് നമ്മൾ അവരിൽ ഒരാളായിട്ട് അവരോട് നല്ലോണം നിന്ന് പോവാണെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ അവരിങ്ങോട്ട് സഹകരിക്കുകയും ചെയ്യും. ഇനിയിപ്പം അങ്ങനെ നമ്മൾ വന്നിട്ട് സഹകരിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രോങ് ആണ്. അങ്ങനെ സ്ട്രോങ് ആയിട്ട് സ്ഥലത്ത് മാത്രം സ്ട്രോങ് ആയാൽ മതി. അപ്പം ഇപ്പൊ യാത്ര ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പോകാറ്. അപ്പൊ യാത്രയോട് കൂടി നമ്മൾ ആ രൂപത്തിലേക്ക് മാറുക എന്നുള്ളത്, ഇപ്പൊ ഏത് സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തിലോട് യോജിച്ചതായ രീതിയിൽ യാത്ര ചെയ്യുക എന്നുള്ളത് നല്ലൊരു തന്നെയാണ്. അപ്പോൾ പിന്നെ അതുപോലെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മള് ദർസിലുള്ള കുറച്ച് കുട്ടികൾക്ക്, ഞങ്ങളുടെ ബാച്ചിലുള്ള കുറച്ച് ആൾക്കാർക്ക് ഞാൻ കൂടുതൽ ദൂരെ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോഴും അറിയില്ല എന്താണ് അങ്ങനെ ആളുടെ സംഭവം അറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ചെറിയ ആഗ്രഹം, മലപ്പുറം ഏരിയയിൽ അത്യാവശ്യത്തിന് മക്കബറുകളുള്ള ഔലിയാക്കളെ മക്കബറുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെ സ്ഥാനത്തെ കൊണ്ടൂർ ഉസ്താദ് എഴുതിയ ഒരു ബൈത്തിന്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ മഹാന്മാര് പറയുന്നൊരു ബൈത്തുണ്ട്, ഇഷ്ടംപോലെ മഹാന്മാര് പറയുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും കേൾക്കാത്തത് തന്നെ നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള കുറേ മക്കബറുകളുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു ബൈത്ത് പാടിയപ്പോൾ ഇതൊക്കെ ഏതാ സ്ഥലം, ഇതൊക്കെ ഒന്ന് നമുക്കിങ്ങനെ ത്വര വന്ന് ഇതൊക്കെ നമ്മൾ അറിയേണ്ടതെന്നാണല്ലോ, നമ്മുടെ നാട്ടിലുള്ളതാണല്ലോ എന്ന് ഇടയ്ക്ക് ഞങ്ങളെ ബാച്ചിൽ ചർച്ച ചെയ്തു. നമുക്കിങ്ങനെ പോയാലോ, ഇങ്ങനെയുള്ള മക്കബറ, അവിടെ ചരിത്രങ്ങളും ചിലപ്പോൾ ഉണ്ടാവും, ആ മഹാന്റെ ചരിത്രങ്ങളുണ്ടാവും, അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു അങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളങ്ങനെ ഉസ്താമാര് ജസ്റ്റ് ചർച്ച ചെയ്തു. അങ്ങനെ ഉസ്താമാര് പറഞ്ഞത് നല്ലൊരു കാര്യമാണ്, കൂടുതൽ ചിലവില്ല, എന്നാൽ കൂടുതൽ ദൂരെ പോകാൻ വേണ്ട, നമ്മുടെ അടുത്തുള്ള മക്കബറുകൾ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ പകർത്തി ഒപ്പിയെടുത്ത് കൊണ്ടിട്ട് നമ്മളെ ജൂനിയർ ആവട്ടെ മറ്റുള്ളവർക്ക് അതിനൊന്നും ഒരു ഉപകാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു യാത്ര, ഒരു പഠനം അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് വന്ന്, കാരണം ഞാൻ കൂടുതൽ ദൂരെ യാത്ര ചെയ്യാത്തൊരു മൈൻഡിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് വന്നപ്പോൾ ഇതുപോലെ പഠനത്തിന് മാത്രം കൈഫ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ട് എന്താണ് കൈഫിന് പറയാനുള്ളത്? നമ്മളിപ്പോ
ഈ പറഞ്ഞത് വളരെ ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഉസ്താമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ മമ്പുറത്തും അല്ലെങ്കിൽ മടൂരിനും പോകാതെ നമ്മൾ നേരെ അജ്മീറിലേക്ക് പോവാണെങ്കിൽ അവരൊരു കണക്ഷൻ ഉണ്ടാവും, മഹാന്മാരുടെ കണക്ഷൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞു വെച്ചല്ലോ, നമ്മള് സ്റ്റെപ്പ് നേരെ ആദ്യം കാശ്മീരിൽ പോവാതെ അത് നമ്മളെ നാടുകൾ അതേപോലെ തന്നെ മഹാന്മാരുടെ കാര്യമായിട്ട് നമ്മളാദ്യം നമ്മളെ ചുറ്റുവട്ടത്തുള്ള മഹാന്മാരുടെ അടുത്ത് വരും. ഞാനിപ്പം വലിയ സിയാറത്ത് യാത്ര പോവാണെങ്കിൽ 1-2 ചുറ്റുവട്ടത്തുള്ള മഹാന്മാരുടെ അടുത്ത് പോയിട്ടാണ് യാത്ര തുടങ്ങാറുള്ളത്. കാരണം നമ്മൾ അവരെ അടുത്ത് നിന്നല്ല പോകുന്നത്, അവരെ പരിഗണിക്കാതെ പോക്ക് അധപൂജാടായി മാറുമല്ലോ. ഇപ്പൊ മലപ്പുറം എന്ന് പറയുന്ന ട്രെയിൻ മഹാന്മാർ അന്തി തുടങ്ങുന്ന നാട്ടിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് യാത്ര ചെയ്യുന്നതോടൊപ്പം അവിടുത്തെ ചരിത്രവും കൂടെ ഒപ്പിയെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു സംഭാവനയായി മാറും. അപ്പൊ അത് ഞങ്ങൾക്കൊരു ആശയം തോന്നിയിരുന്നു. അപ്പോൾ അത് പങ്കുവെച്ചെന്നത് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ പഠനത്തിന് മാത്രം യാത്ര പോയ ചരിത്രങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെ ദർസിലുള്ള ഒരു കൂട്ടായ്മ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി പഠിക്കണം എന്ന നിലക്ക് അവിടെ പോയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കണം എന്നുള്ള ഈ കഴിഞ്ഞ മാസത്തിലൊരു യാത്ര നടത്തി കേരള തമിഴ്നാട്. ഞാനിപ്പോ യാത്ര കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ കുറെ ചിന്തിച്ചിട്ടുണ്ട്. അതിന് മുമ്പും പോയ സ്ഥലങ്ങളെല്ലാം, പക്ഷെ ആ ഒരു യാത്രയ്ക്ക് ഒരാത്മീയമായ അനുഭൂതി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചിട്ട് ഓരോ മക്ബറകളെ കുറിച്ചിട്ട് പഠനം നടത്തിയിട്ട് യാത്രയിൽ തന്നെ അവരതിനെ വിശദീകരിച്ച് ക്ലാസ് എടുത്തു തരാം. ഇപ്പം നബിഹർ ഷാ വലി, അത് അവിടെ തൃച്ചി തൃഷ്ണപ്പള്ളിയിലുള്ള ഒരു മഹാനാണ്. അപ്പൊ അവിടത്തേക്ക് എത്താൻ പോകുന്ന സമയത്ത് അവരുടെ ഹദറത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അവരെ കുറിച്ചിട്ടുള്ളൊരു പഠനം യാത്രക്കിടയിൽ നടക്കുകയാണ്. അവർ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നാണ്. നമ്മുടെ മഹാനായ ഇബ്രാഹിം അബ്ദുൽ അദ്ദേഹം റളിയല്ലാഹുവിനെ പോലത്തെ ഒരു മഹാനാണ്. അഥവാ രാജാവായിരിക്കുന്ന സമയത്ത് എല്ലാം ഇട്ടെറിഞ്ഞ് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ ഒരു ഈ ഇലാഹി ചിന്തയിലായിട്ട് വന്ന ഒരു മഹാനാണ് അവര്. അപ്പൊ അങ്ങനെയുള്ള ഓരോ മഹാന്മാരെ കുറിച്ചിട്ടും ഓരോരുത്തരായിട്ട് വിശദീകരിച്ചിട്ട് ഒരു പഠനം നടത്തി യാത്ര പോയ സമയത്ത് സാധാരണ വിദ്യാർത്ഥികൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ മെച്ചം, എത്രയോ ഉപകാരം ആ ഒരു യാത്രയിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതോടെ മനസ്സിലായിട്ടുണ്ട്, ഇനി ഒരു മഹാന്റെ അടുത്ത് പോവുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പേ അവരെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിയും, എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് നോക്കിയിട്ട് പോകണം. ആ യാത്രയിൽ നമുക്ക് കൂടുതൽ പഠനവിധേയമായിട്ട് മഹാന്മാരുമായിട്ട് അടുക്കാനുള്ളൊരു സാധ്യത കൂടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ ഇന്റർവ്യൂവിലൂടെ മെയിൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളെ സമപ്രായക്കാരായ മുത്തഅല്ലിമീങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ മുസ്ലിങ്ങളിൽപ്പെട്ട യുവാക്കള് യാത്ര ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ യാത്ര, വെറും ഒരു ചാടി കളിച്ച് എൻജോയ്മെന്റ് ചെയ്യാത്ത എന്നാലും അവിടെയുള്ള ചരിത്രങ്ങളാവട്ടെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി യാത്ര ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ കൈഫിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിലേക്കാണ് നമ്മളൊന്ന് വിചാരിച്ചിരുന്ന ഒരു ഇന്റർവ്യൂവിനെ. അപ്പോൾ കൈഫ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ബാച്ച് തമ്മിൽ കൂട്ടായ്മ പഠനങ്ങൾ നടത്തി. അപ്പോൾ അത് വളരെയധികം മുത്തഅല്ലിമീങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഒരു ബെനിഫിറ്റ് ആണത്, നല്ലൊരു ആശയമാണെന്നുള്ള അവർക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ കൈഫ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് യാത്ര ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിംഗിളായിട്ട് യാത്ര ചെയ്യുമ്പോൾ വീട്ടിലുള്ള ആൾക്കാരുടെ എന്താണ് അവരുടെ ടോക്ക് എന്താണ്? പേടിയാണ്. പേടിയാണ് അവരുടെ അടുത്തുള്ള സ്നേഹമാണ്. അപ്പോ ഒറ്റക്കാണോ പോകുന്നത്, എന്തിനാണ് ഇപ്പൊ അങ്ങനെ പോയിക്കൂലേ നല്ല പേടിയുണ്ട്. നമ്മളങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ബേജാറാവും. നമ്മളെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മളെ അഖ്ബാർ എന്താണെന്നുള്ള കൃത്യസമയത്ത് വീട്ടുകാരെ അറിയിക്കണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോ ട്രെയിനിലൊക്കെ ആണെങ്കിൽ അവർക്ക് വിളിച്ചാൽ കിട്ടൂല. അപ്പൊ അവരിങ്ങനെ ഇതൊന്നും വിളിച്ചിട്ട് കിട്ടാത്ത എന്നുള്ളൊരു ടോക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കേരളത്തിലെ കൾച്ചറിന് നമ്മളെ വീട്ടിലുള്ള ഉമ്മമാർക്ക് ഒരു ഭയമാണ്, സ്വന്തം മോൻ കുറച്ച് ലോങ് ആയിട്ട് പോകുന്ന പറയുന്നത്. ഇവർക്ക് പുറം നാടിനെ കുറിച്ചിട്ടുള്ള അറിവ് നേരത്തെ പറഞ്ഞ മാധ്യമമാണ്, മാധ്യമത്തിൽ കേൾക്കുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെ പ്രശ്നമല്ലേ, ഇങ്ങനെ പ്രശ്നമില്ല, അങ്ങോട്ടല്ല പോകുന്നത്, ഈ ഒരു ചിന്തയായിരിക്കും മനസ്സിലുണ്ടാവും. ഏതൊരു മാതാപിതാക്കൾക്കും എന്റെ മക്കൾ പോകുമ്പോൾ ഒരു സ്നേഹത്താറുണ്ടാകുന്ന പേടിയാണ് അങ്ങനെ. പക്ഷെ നമ്മളെ സ്ത്രീകൾക്കും യാത്ര പോയിക്കൂടെ? ഇതേപോലെ തന്നെ ഇസ്ലാമിൽ പല അതിലിപ്പോൾ യുക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. സ്ത്രീകള് വീടിനുള്ളിൽ അടച്ചു പൂട്ടിയിടുന്ന ഒരു സിസ്റ്റമാണ് ഇസ്ലാമിലുള്ളത് എന്നുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ ന്യൂജനായിട്ടുള്ള പെൺകുട്ടികളുടെ ചോദ്യങ്ങളാണ്, ഞങ്ങൾക്കും പുറത്തിറങ്ങിയിട്ട് എന്താ ആണുങ്ങളെ പോലെ യാത്ര ചെയ്താൽ ഞങ്ങൾക്ക് ഓപ്പൺ ആയാൽ എന്താന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് കൈഫിന് അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? സ്ത്രീകളൊക്കെ യാത്ര ചെയ്യുന്നതും അങ്ങനെ ഹലാലായ രീതിയിലൊക്കെ അങ്ങനെ ജീവിതത്തിന് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹലാലായ രീതിയിൽ ഇസ്ലാമിൽ യാത്ര ചെയ്യാൻ അനുവദനീയമായിട്ടുള്ളത് കൂടെ ആള് വേണം, അതിന് ആള് കൂടെ വേണം.
ഞാൻ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു മുത്താലിമായതുകൊണ്ട് ഈ വേഷം തെറ്റിയത് കൊണ്ടോ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇനി വേറെ മറിച്ച് മറ്റൊരർത്ഥത്തിൽ നോക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിപ്പോ എങ്ങനെ പറയാന്ന് പറഞ്ഞാല്, ചിലപ്പം ചില ആളുകൾക്ക് ഒരു പെൺകുട്ടി എന്തൊക്കെ നേരിടേണ്ടി വരും അതൊക്കെ ഇന്ന് പുതിയ കാലത്ത് ആൺകുട്ടികൾ നേരിടുന്നുണ്ട്. ബസ്സുകളിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ ട്രെയിനുകളിൽ നിന്നാവട്ടെ, ഇതേപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൺകുട്ടിയെ നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, ആൺകുട്ടികളെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ അപ്പോൾ നമ്മൾ മതപരമായിട്ടോ അല്ലെങ്കിൽ വേറൊന്നും മസകളൊന്നും അല്ലാതെ നമ്മൾ പച്ചയായിട്ടൊരു കാര്യം പറയാൻ, അപ്പൊ നമ്മൾ ഇത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി അന്നേരം എന്തൊക്കെ നേരിടേണ്ടി വരും ഒരു ഒറ്റ. അപ്പോ പെൺകുട്ടിക്ക് ഏതൊരു പെൺകുട്ടിക്ക് ഉള്ളിലുണ്ടാവുന്ന ചെറിയൊരു ആഗ്രഹമാണ് നമുക്കൊന്ന് പുറത്തു പോയി കാണണം. അപ്പോൾ അവർക്ക് മഹറമായ ആൾ കൂടെ വേണമെന്നാ പറയാം. അപ്പൊ ഇപ്പത്തെ ന്യൂജൻ പറയുന്നത് സിംഗിൾ ആയിട്ട് പോകണം, അവർക്ക് അവരുടെ ഫ്രണ്ടിന്റെ കൂടെ പോകണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ പെൺകുട്ടികൾക്ക് ഇസ്ലാമിൽ യാത്ര ചെയ്യാൻ പറ്റും അല്ലേ? അത് അതിൻ്റെതായ എത്രയും യാത്ര ചെയ്യാൻ പറ്റും. ശരിയാണ്. അപ്പോ പിന്നെ അതുപോലെ തന്നെ നാട്ടിലൊക്കെ എന്താണ് യാത്ര ചെയ്യുന്നതിനെ പറ്റിയിട്ട്, കൈഫിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ? നാട്ടിലത്തെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ആദ്യം ചോദിക്കുക ഇന്ത്യയിലുണ്ടോ കേരളത്തിലുണ്ടോ അങ്ങനെയൊക്കെയാണ്. നമ്മളെ കൂട്ടുകാരാണ് രസകരമായിട്ട്. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വരാം, നമ്മളെ കൂടെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, അത്രയല്ല അവർക്ക്. ഇനിയിപ്പോൾ അവർക്കാർക്കെങ്കിലും ഒരു യാത്ര പോകണമെങ്കിൽ അവര് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ വിളിക്കും. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാനം, ഇഷ്ടപ്പെട്ട ആൾക്കാർ കാശ്മീരികളെന്ന് പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം യാത്ര ചെയ്തിട്ട് ഒരിക്കലും കൺകുളിർമയോട് മറക്കാൻ പറ്റാത്ത, ഒരിക്കലും ആ അനുഭവം മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലം ഏതാണ്? വയനാട്. വയനാട്ടിൽ എന്താണ് ഏറ്റവും കൂടുതൽ അനുഭവം? ഞാനത് പറയലുണ്ട്, ഇന്ത്യക്ക് കാശ്മീർ ഉള്ളത് പോലെയാണ് കേരളത്തിന് വയനാട് എന്നുള്ളത്. അവിടെ വേറെ മഞ്ഞുള്ള നാട് സിക്കിം ഉണ്ട്, പിന്നെ ഹിമാചൽ പ്രദേശ് ഉണ്ട്. പക്ഷെങ്കിൽ നമുക്ക് കശ്മീർ ഒരു പ്രധാനമാണ്. ഇവിടെ ഉണ്ട്, ഇടുക്കി ഉണ്ട്, പാലക്കാടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് വയനാട്, അതും അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ വയനാടാവട്ടെ, വയനാട്ടിൽ ചില ഭാഗങ്ങളിൽ ചില മനുഷ്യരൊന്നും ഇസ്ലാമിനെ പറ്റി അറിയുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. ചിലത് ഇപ്പൊ കാട്ടിലാവട്ടെ, കാട്ടുവാസികളുണ്ടാവട്ടെ ഇഷ്ടം പോലെ. വയനാട്, ഇടുക്കി, പാലക്കാട് പോലത്തെ ചില ഗ്രാമങ്ങളിൽ, ഉള്ളേരിയയിലുള്ള ചില ഗ്രാമങ്ങളിൽ ഒരു തരത്തിൽ ഇസ്ലാമിന്റെ ഉറവെടുക്കണം എന്നോ. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉസ്താദ് നോളജ് സിറ്റിയിൽ വർക്ക് ചെയ്തൊരു ഉസ്താദ് നമുക്ക് മുഹമ്മദ് കുട്ടി നൂറൻ എന്ന് പറയുന്നത് ഉസ്താദ് നമ്മുടെ സബക്കിൽ ഇത് പറഞ്ഞിരുന്നു. ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു പെൺകുട്ടിയെ വുമൻസ് കോളേജിൻ്റെ അവിടെ നോളജ് സിറ്റിയിൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഉസ്താദ്. അപ്പോൾ അവിടെ ഒരു കുട്ടീനെ കൊടുന്നാക്കി ട്രിവാൻഡ്രത്തുള്ള ആ കുട്ടിക്ക്, അതായത് ഒരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ശരിക്കും ഒതു കൊടുക്കേണ്ടത് അങ്ങനെ അറിയില്ല. അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് അത് മുസ്ലിമായ പെണ്ണ്, അത് ഇത്രയും വയസ്സായിട്ട് കൊടുക്കാൻ എങ്ങനെ അറിയില്ല. അപ്പൊ ഇതുപോലത്തെ പല സ്ഥലങ്ങളും നമ്മളെ കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇടുക്കി പോലത്തെ ഈ കാട് ഏരിയ, മല ഏരിയകളിലൊക്കെ. അപ്പൊ അത് അതായത് മുത്താലിങ്ങൾക്ക് ഒന്നും കൂടി യാത്ര ചെയ്യാൻ, ആ ഒരു മേഖലയിലേക്ക് പോകാൻ ഒന്നും കൂടി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോയി ചെയ്യുന്ന കാര്യം കേരളത്തിൽ ആവശ്യമുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനത്തെ നേരിട്ടായിട്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നും കണ്ടിട്ടില്ല. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം തികഞ്ഞ മനുഷ്യരെ മാത്രമേ കണ്ടത്. ആദിവാസികളായ ആളുകളുണ്ട്, അവരിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരുടെ അക്കീതകളെ കുറിച്ചും അവരുടെ മസാലപരമായ കാര്യങ്ങളിലേക്കൊന്നും അവരോട് ഇതുവരെ അടുത്ത് നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഉള്ള സ്ഥലത്ത് എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തനങ്ങൾ എത്താത്ത മേഖലകളിലായിരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് എന്ന് നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് മുതാലിങ്ങൾക്ക് അവിടേക്ക് എത്തിയാലും ഒന്നും കൂടി ഇതാവൂലേ? അതെ അതെ, തീർച്ചയായിട്ടും. അവിടെ വാൾപ്പാറയിലൊക്കെ ഫൗണ്ടേഷനുകളുണ്ട്. വാൾപ്പാറ പറഞ്ഞാൽ കേരളത്തോട് അടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിന്റെ ഒരു നാടാണ്. അവിടേക്ക് ഇപ്പോൾ മദ്രസ കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളികളെന്ന് നടത്തിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ കുറേ യാത്ര ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് കാശ്മീർ പോലത്തെ നല്ല നല്ല മനുഷ്യരുള്ള സംസ്ഥാനം. ഇപ്പോൾ കേരളത്തിൽ ഇടുക്കി പോലത്തെ ഗ്രാമങ്ങളിലൊക്കെ കുറേ അറിവുകൾ എത്താണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ കുറേ യാത്രകൾ മുത്താലിങ്ങൾക്ക് പറ്റിയതായ കുറേ യാത്രകളുണ്ട് മനസ്സിൽ. പിന്നെ ഈ പഠനത്തോ ചില മുത്താലിങ്ങൾ യാത്ര കേൾക്കുമ്പോൾ ഒരു യാത്ര പഠനം വേണ്ടെന്നുള്ള ഒരു രീതിക്ക് പോകും. അപ്പോൾ ഈ അവർക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റിയ ഷെഡ്യൂളിംഗ് ആയിട്ട് മുത്തൽ ഒരു മാസത്തിൽ വെറും 3 ദിവസം 2 ദിവസം ചിലപ്പോൾ ലീവ് ഉണ്ടാവുള്ളൂ. കാര്യം ചിലപ്പോൾ 7 ദിവസം ഉണ്ടായി വരും. അപ്പോൾ അവർക്ക് ഈ ഒരു പഠനത്തോട് കൂടെ ഈ ഒരു ലീവിൽ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും, നല്ല വലിയ ദൈർഘ്യമില്ലാതെ എന്നാലോ നല്ല അനുഭവങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള യാത്രകൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. ഉള്ള വാൾപ്പാറയിലൊക്കെ ഫൗണ്ടേഷനുകളുണ്ട്. വാൾപ്പാറ പറഞ്ഞാൽ കേരളത്തോട് അടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിന്റെ ഒരു നാടാണ്. അവിടേക്ക് ഇപ്പോൾ മദ്രസ കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളികളെന്ന് നടത്തിയിട്ട് പോകുന്നുണ്ട്.
കൈഫിന്റെ അനുഭവത്തിലൂടെ നല്ലൊരു യാത്ര ചെയ്യാൻ പറ്റിയ അങ്ങനെ സ്ഥലങ്ങളാണ് ചോദിക്കുന്നത്. സ്ഥലങ്ങള് അവർക്കൊരു ഒരു 3 ദിവസത്തെ സമയം ഉണ്ടെങ്കിൽ ഒരു കോഴിക്കോട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഭീമാപള്ളിയിൽ പോവാം, പിന്നെ അവിടെ കന്യാകുമാരി നമ്മുടെ അതിർത്തികളിൽ പോവാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതല്ലാതെ പാലക്കാട് നിന്ന് വാളയാറ് അങ്ങനെ ആ മേഖലകളിലേക്ക് പോവാം, അല്ലെങ്കിൽ മംഗലാപുരം, ചിക്കിമംഗളൂർ, ഇവിടെയൊക്കെ പോയി മടങ്ങി വരാൻ 3 ദിവസം ധാരാളമാണ്. യാത്ര കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാൻ വീട്ടിലേക്ക് പോയത് ദർസിലേക്ക് മടങ്ങി വരാൻ നമ്മളെ മനസ്സ് തയ്യാറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10 ദിവസത്തേക്ക് കിട്ടുന്ന ചില സമയങ്ങളുണ്ടാവും. ആ സമയത്ത് വേണമെങ്കിൽ മഹാരാഷ്ട്രയെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗുജറാത്ത്, രാജസ്ഥാൻ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്ന് നമ്മൾ വിട്ടു പോവുകയാണെങ്കിൽ കുറച്ച് ഉള്ളോട്ട് കയറാൻ ജയ്സൽമീറിൽ മരുഭൂമികൾ. ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളൊരു സാധനമാണല്ലോ. മരുഭൂമിക്ക് മരുഭൂമിയുണ്ട്, മഞ്ഞിന് മഞ്ഞുണ്ട്, കാടിന് കാടുണ്ട്, കടലിന് കടലുണ്ട്. എന്താ പറയുക, ഒരു മിനിയേച്ചർ ബ്ലോക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത്, എല്ലാം ഉൾക്കൊണ്ട് കിടക്കുന്നത്. നമ്മളിപ്പോ കൈഫ് യാത്ര ചെയ്തപ്പോ നമ്മൾ ഖുറാനിലെ ആയത്ത് പറഞ്ഞു സീറോ ഫില്ലാറുള്ള ഫന്നറോ, ആ ഒരു ആയത്തിൽ അള്ള പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്യണം, ഭൂമി ചുറ്റി കാണാം എന്നുള്ളത്. അപ്പൊ ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ കൈഫിനൊരു ചിന്ത അങ്ങനെ അള്ളാഹുവിന്റെ ഒരു ഇത് അങ്ങനെ ഒരു ചിന്തകൾ വരെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം അങ്ങനെ കടലിന്റെ 15 മീറ്റർ അടിയിലേക്ക് പോയി. 15 മീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് ഓവറാണ്. എവിടെ വെച്ചിട്ട്? ലക്ഷദ്വീപിൽ വെച്ച്. ലക്ഷദ്വീപിൽ. അപ്പം തുടക്കത്തിൽ എനിക്ക് വളരെ പ്രയാസമുണ്ടായി, കാരണം നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. ഓക്സിജൻ സിലിണ്ടർ നമ്മളെ വായി വെച്ചിട്ടുണ്ടാവും. അപ്പം നല്ല രീതിയിൽ പോകാനായിട്ട് 1-2 മേലോട്ട് എടുത്തിട്ട് പിന്നെയാണ് കറക്റ്റ് അടിയിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് അടിയിലെത്തിയപ്പോൾ ഒരാഗ്രഹം കടലിൻ്റെ അടി കാലുകുത്തുന്നത്. അപ്പം എന്താ ഓരോ ലഭ്യജന കടലിൻ്റെ അടിയിൽ കാലുകുത്തി നിന്ന്. അപ്പൊ ഞാൻ നമ്മളെ ചെവി ഇങ്ങനെ ഇതിന്റെ സൗണ്ട് ഇങ്ങനെ നമ്മളെ ശ്വാസം വലിക്കുന്ന സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് പോകും. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചിന്ത വരികയാണ്, ഒരു സെക്കൻഡ് ഈ സാധനം കേടാണെങ്കിൽ കുടുങ്ങിയില്ലേ, കടലിന്റെ അടിയിലുള്ളത്. അപ്പം നമ്മൾ ഇത്ര സമയം നമ്മളോട് സംസാരിച്ച് ഇതിൻ്റെ ഇടയിൽ നമ്മളങ്ങനെ ശ്വാസം എടുത്ത് ആ ഒരു സംവിധാനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കടലിൽ നിന്ന് എനിക്ക് ഇതാണ് ഇങ്ങനെ ചിന്ത വരുന്നത്, റബ്ബ് നമുക്ക് നൽകിയൊരു റഹ്മത്ത്. അപ്പം അതിന്റെ അതേ സമയം ഞാൻ കാണുന്നതല്ല അജബുകളാണ് ചുറ്റും, ഇന്ന് ഒരു ജീവിതത്തിൽ കാണാത്ത വെറും സ്ക്രീനുള്ളിൽ കൂടെ മാത്രം കണ്ട കാഴ്ചകൾ. അപ്പൊ അങ്ങനെ നമ്മൾ വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്ന സമയത്ത് മനസ്സിലേക്ക് ഇലാഹിനെ കുറിച്ചുള്ള ചിന്തകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ മഹാന്മാരായ ആളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ സിക്കന്ദർ മല, ഹാജി മലങ്ക് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ വലിയൊരു മലയാണ്. തങ്ങൾപ്പാറ, കോലാഹലമേട് അതൊരു വലിയ മലയാണ്. അങ്ങനെ മഹാന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്താത്മകമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാം യാത്രയിൽ നിന്ന് കിട്ടും, പഠനം കിട്ടും, നല്ല ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിർവചിച്ച ആ ഒരു ആയത്തിനോട് ആസ്പദമാക്കിയിട്ട് ചിന്തിക്കാനും പറ്റും. വളരെ നല്ല താലീമുകൾക്കാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ ഇതുവരേക്കും വേങ്ങര എന്നുള്ള ഒരു പ്രദേശം വിട്ടിട്ട് ആദ്യം ഒടുക്കും പോയിട്ടില്ലായിരുന്നു. ഒരു മിനിയൂട്ടി വേങ്ങര ആ ഒരു ഏരിയ ആയിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഡിഗ്രി 2nd ഇയറിലാണ്, എല്ലാവരുടെ കൂടെ ഏറുവാടി അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോഴൊക്കെ മനസ്സിലായി യാത്രയുടെ ആ ഒരു ലഹരി ചെറുതായി വന്നു. ഞാൻ ചെറിയൊരു മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ഓരോന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി യാത്രയിലേക്കുള്ള ഒരു ത്വര വരുന്നത്. പഠനത്തെ ബാധിക്കാതെ പഠനത്തോട് ബാധിക്കാതെ നമുക്ക് ആ ഒരു കുറഞ്ഞ ദിവസങ്ങളിലൂടെ ഒരു പഠന വിധേയമായ യാത്രകളല്ലേ. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതുവരെ നമുക്ക് വളരെയധികം യാത്ര എന്താണെന്ന് അത് വളരെയധികം ഭംഗിയായിട്ട് ഒരു മുത്താലിമാവട്ടെ ഒരു മുഅ്മിനായ വ്യക്തിക്ക് ഏതൊക്കെ രീതിയിൽ യാത്ര ചെയ്യാം എന്നുള്ള ഒരു മുഴുവനായ ഒരു കാര്യങ്ങള് കൈഫുദ്ദീൻ അബ്ദുർ റസാഖ് ഇവിടെ നമുക്ക് അവതരിപ്പിച്ചു തന്നു. അപ്പോ ഒരു മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം യാത്ര എന്നത് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലായി. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു യാത്ര ചെയ്യുമ്പോൾ അത് പറഞ്ഞ വിധേയമായിട്ട് ചെയ്യാനും, അത് നമ്മുടെ ഖുർആനിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ആ സൃഷ്ടികളെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യാനും, ഇതുപോലെ ഓരോ നാടിലെ ഓരോ മനുഷ്യരുടെയും കൾച്ചറുകൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം യാത്ര നല്ല വിപുലപ്പെടുത്തി ഭംഗിയായിട്ട് യാത്ര ചെയ്യുക എന്നുള്ളത് നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കിവിടെ വളരെയധികം ഭംഗിയായിട്ട് ഇവിടെ ഇതുവരെ ഇത്രയോ സമയങ്ങൾ നമുക്ക് വേണ്ടി യാത്രയെക്കുറിച്ച് യാത്രയുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ഒരു
നല്ലൊരു ക്ലാസ്സും ഒരു ക്ലാസ് എന്നല്ല നല്ലൊരു എപ്പിസോഡിലൂടെ നമുക്ക് എടുത്തു തന്ന കൈഫുബിൻ അബ്ദുൾ റസാഖിനെ വളരെയധികം ഞാൻ നന്ദി പറയുകയാണ്. കാരണം അത് വളരെയധികം സമയത്തിനോട് വില കൽപ്പിക്കുന്ന അത് പോരാത്തതിന് മുതാലിമായി പഠിക്കുന്ന അദ്ദേഹത്തിന് നാം വിളിച്ചപ്പോഴേക്ക് അദ്ദേഹം ഓടി വരികയും യാത്രയെ കുറിച്ച് മറ്റുള്ള മുതാലിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന നിലക്ക് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാമെന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു.